ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും സിനിമാ ബന്ധം തെളിയിക്കാൻ എക്സൈസ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും നാളെ ചോദ്യം ചെയ്യും. പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് എക്സൈസ്. താരങ്ങൾ തസ്ലീമയ്ക്ക് പണം കൈമാറിയത് പാലക്കാട് സ്വദേശിയായ മോഡൽ വഴിയെന്നാണ് സംശയം. തെളിവുകൾ ലഭിച്ചാൽ താരങ്ങളുടെ അറസ്റ്റിനും സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലിനായി ബിഗ് ബോസ് താരം ജിൻഡോ ചൊവ്വാഴ്ച ഹാജരാകും. വിവരങ്ങളുമായി ശരത് എസ് ആണ് ചേരുന്നത്. ശരത്, ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായി നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രത്യേക ചോദ്യാവലി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളിലൂടെയാണ് അന്വേഷണ സംഘത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുള്ളത്? ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? റോഷ്നി, ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രധാനമായ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് നിലവിൽ സിനിമാ മേഖലയുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതിന്റെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നതാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള രണ്ടാളുകളുടെ പേരായിരുന്നു തസ്ലിമ സുൽത്താന പറഞ്ഞിരുന്നത്. അത് ഒന്ന് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമാണ്. ഇവരെ നാളെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതായത് നേരത്തെ തന്നെ നോട്ടീസ് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതിൽ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക ചോദ്യാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിലേക്ക് എങ്ങനെയാണ് ലഹരി എത്തുന്നത്, ആരിൽ നിന്നെല്ലാമാണ് ഇവർക്ക് ലഹരി മരുന്നുകൾ കിട്ടിയിരുന്നത്, തസ്ലീമയിൽ നിന്ന് തന്നെ എത്ര തവണ ലഹരി വാങ്ങി, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയത് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും മാത്രമല്ല, മേഖലയിലുള്ള പല ആളുകൾക്കും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലീമ നൽകിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കൂടാതെ നിരവധി ആളുകൾ തസ്ലീമയുമായി ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തുന്നവരാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം ചോദ്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലടക്കം ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും നാളെ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് കഞ്ചാവിനായി ഇത്തരത്തിൽ താരങ്ങൾ പണം കൈമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാലക്കാട് സ്വദേശിയായ ഒരു മോഡൽ വഴി സാമ്പത്തികം ഇത്തരത്തിൽ തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിക്കും ലഹരി വാങ്ങാനാണോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നത്. നാളെ ഇപ്പോൾ എന്തായാലും 3 പേരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ പാലക്കാട് സ്വദേശിയായ മോഡലിനെയും ഒപ്പം നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, അങ്ങനെ 3 പേരെ നാളെ ചോദ്യം ചെയ്യും. തൊട്ടടുത്ത ദിവസം ഈ ബിഗ് ബോസ് താരം ജിൻഡോ, അതേപോലെ തന്നെ മറ്റൊരു സിനിമ അണിയറ പ്രവർത്തകനെയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 പേർക്കാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയത്. അതേസമയം ഈ നോട്ടീസ് നൽകാതെ തന്നെ ഇതിനകം തന്നെ സിനിമാ മേഖലയിൽ അടക്കമുള്ള ആളുകളെ അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് തസ്ലീമ സുൽത്താന എന്നുള്ളത് സിനിമാ മേഖലയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള മാരക ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ സാധിച്ചാൽ ഈ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടിന്റെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരം ഇടപാടുകളെ നിയന്ത്രിക്കാനും കൂടി സാധിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വിപുലമാക്കുകയും ഈ താരങ്ങളെ അടക്കം ചോദ്യം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇരു താരങ്ങളെയും നാളെ തന്നെ ചോദ്യം ചെയ്യും. അതിനായുള്ള പ്രത്യേക ചോദ്യാവലി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ തസ്ലീമ സുൽത്താനയുടെ മൊഴിയടക്കം അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഡിജിറ്റൽ തെളിവും ഈ വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവ് കൂടി നിരത്തിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും എന്തായാലും നാളെ ഉണ്ടാവുക. ഒപ്പം ഈ സാമ്പത്തിക ഇടപാടും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം അതിനൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും നാളെ. ശരി, എന്തായാലും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ നിർണായക ചോദ്യങ്ങൾക്ക് താരങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് നാളെയാണ്. എന്തായിരിക്കും അവരുടെ മറുപടി, അതിനെ തുടർന്ന് അന്വേഷണം ഏത് രീതിക്ക് നീങ്ങുമെന്നൊക്കെ നമുക്ക് ഒരു ദിവസം കാത്തിരുന്നാൽ നമുക്കറിയാൻ